നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആളാണോ? എന്നാൽ ഒരു ചോദ്യം, ചില പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത്? ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വലിയ തെറ്റ് നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ടോ? ഇന്ന് നമുക്ക് ബൈബിൾ തുറന്ന് പരിശോധിക്കാം. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതവും ഹൃദയത്തിൻ്റെ അവസ്ഥയും പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പാപികളായതുകൊണ്ട് ദൈവം നമ്മെ വെറുക്കുന്നു എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ ദൈവം ഒരിക്കലും പ്രാർത്ഥന കേൾക്കില്ല എന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ പാപത്തിൽ മനഃപൂർവ്വം തുടരുകയും ദൈവത്തിലേക്ക് തിരിയാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോഭാവത്തെക്കുറിച്ച് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. സങ്കീർത്തനം 66:18. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആകൃത്യം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ അപേക്ഷ കേൾക്കുമായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം ദൈവം ക്ഷമിക്കില്ല എന്നല്ല, പക്ഷേ ഹൃദയം തുറക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഇനി മറ്റൊരു വചനം കൂടി നോക്കാം. യാക്കോബ് 4:3. നിങ്ങൾ ചോദിക്കുന്നു, എന്നാൽ ലഭിക്കുന്നില്ല, കാരണം നിങ്ങളുടെ സുഖഭോഗങ്ങൾക്കായി തെറ്റായ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നു. എത്ര ശക്തമായ മുന്നറിയിപ്പാണ്! ചിലപ്പോൾ പ്രശ്നം പ്രാർത്ഥനയിലല്ല, നമ്മുടെ ഉദ്ദേശത്തിലാണ്. ദൈവം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ഒരു യന്ത്രമല്ല, അവിടുന്ന് നമ്മുടെ പിതാവാണ്. ഇനി ഏറ്റവും വലിയ പ്രത്യാശ എന്തെന്നാൽ 1 യോഹന്നാൻ 5:14. അവിടുത്തെ ഹൃദയപ്രകാരം ചോദിച്ചാൽ അവിടുന്ന് കേൾക്കുന്നു. ദൈവം ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവം ഇന്നും തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുന്നു. പക്ഷേ അവിടുത്തെ ഹിതപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നു. എങ്കിൽ ഞാൻ ചെയ്ത പാപങ്ങൾ കാരണം ദൈവം എന്നെ ഉപേക്ഷിച്ചോ? ഉത്തരം ഇല്ല. നിങ്ങൾക്ക് ഇപ്പോഴും പശ്ചാത്താപമുണ്ടോ? ദൈവത്തോട് ക്ഷമ ചോദിക്കണം എന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നിരാശപ്പെടരുത്. ഇന്നും യേശു നിങ്ങളെ വിളിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്നല്ല, പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയേണ്ടതാണ്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ അവിടുത്തെ അടുത്തേക്ക് മടങ്ങും, കാരണം അവിടുന്ന് ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്ക് കർത്താവിനോട് ഒരു പ്രാർത്ഥനയോട് കൂടി അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയിലേക്ക് തിരിക്കണമേ. അഹങ്കാരവും സ്വാർത്ഥതയും നീക്കണമേ. അങ്ങയുടെ ഹൃദയപ്രകാരം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറണേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.